വേണ്ടിയുള്ള വെൽക്കം ടു എൻ റൂട്ട് എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വയനാട് വൈത്തിരിയിലുള്ള എന്നൂരാണ്. എന്നൂർ ട്രെൻഡിങ് ആകാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോഴും ആ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എന്നൂർ. ഒരു പൈതൃക ഗ്രാമം കൂടെയാണ് എന്നൂർ. അപ്പോൾ നമ്മൾ രാവിലെ വൈത്തിരി വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ നേരം കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. അത്യാവശ്യം നല്ല ആളുകളുണ്ട്. ഇപ്പോഴും ആ ട്രെൻഡ് പോകാതെ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ഇവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ജീപ്പ് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. ജീപ്പുകൾ ഇങ്ങനെ ട്രിപ്പ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതും കൂടെ കൂട്ടിയുള്ള എമൗണ്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാം. നടന്നതിൻ്റെ ഫസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇലക്ട്രിക് ഓട്ടോകൾ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ട്. അപ്പം വേണമെങ്കിൽ അതിന് പോവാം, അല്ലെങ്കിൽ നമുക്ക് നടന്ന് മുന്നോട്ട് പോവുകയും ചെയ്യാം. എന്തായാലും ഞാൻ നടക്കുകയാണ് ചെയ്തത്. നടന്ന് മേളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ട്രൈബൽ മാർക്കറ്റാണ് ആദ്യം കണ്ടത്. ഒരുപാട് ട്രൈബൽ ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ നിറഞ്ഞ നല്ല ഭംഗിയോടെ അറേഞ്ച് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ട്രൈബൽ മാർക്കറ്റ്. ഈ ട്രൈബൽ മാർക്കറ്റിൻ്റെ അകത്തൂടെയാണ് നമ്മൾ എന്നൂരിലെ ആ ഒരു പൈതൃക ഗ്രാമത്തിലേക്ക് കയറി ചെല്ലുന്നത്. അതൊക്കെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. മണ്ണിനോട് ചേർന്ന് പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലൊക്കെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കുന്നുകളുടെ ടോപ്പിലായിട്ടാണ് നമ്മുടെ ഈ എന്നൂർ സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും മലകളാണ്. അപ്പം രാത്രികാലങ്ങളിലൊക്കെ ആനയും കാര്യങ്ങളൊക്കെ പ്രദേശത്തേക്ക് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഫെൻസിങ് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കയറിപ്പോകുന്ന ഈ ഗോത്ര ഗ്രാമത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പൈതൃകമായിട്ടുള്ള കാര്യങ്ങളെ പൊതുജനങ്ങൾക്ക് കാണാനും, അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന ക്രാഫ്റ്റുകൾ, അതുപോലെ തന്നെ അവരുടെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഈ സാധനങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു വിപണിയായിട്ടും നമ്മുടെ എന്നൂരിനെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടുന്ന് കുറേ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് പ്രോഡക്റ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്നൂരിലെ ഒരു കുടിലിനുള്ളിലാണ്. അപ്പോൾ അവിടെ ഒരാളിരുന്ന് ഈർക്കിലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ തന്നെ പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം മുളയായിട്ടും അതുപോലെ ഓലയായിട്ടും ഒക്കെ വെച്ചുണ്ടാക്കിയേക്കുന്ന സാധനങ്ങളാണ്. അടുപ്പുണ്ട്, അതുപോലെ മീൻകൂടയുണ്ട്, പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട്, കൊട്ടയുണ്ട്. എന്തായാലും ഭയങ്കര ഭംഗിയുള്ളൊരു സംഭവമായിരുന്നു അത്. തീ കായാൻ വേണ്ടിയുള്ള റൂമിലുണ്ട്. ഓ ശരി. പഴയ കാലത്തുള്ള അവരുടെ കുടിലിനുള്ളിലുള്ള അടുപ്പിൻ്റെ ഒരു ശൈലിയിൽ ഉണ്ടാക്കിയേക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനകത്ത് തീ ഇപ്പം ലൈവല്ല, അതിന് പകരം എന്തോ വെളിച്ചം എന്തോ കൊടുത്തേക്കുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ അവർ ഉണ്ടാക്കി അവിടെ വെച്ചേക്കുന്നതാണ്. ഇത് കുട്ടികളെ ഇടുന്ന തൊട്ടിലാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കയറിയപ്പം കണ്ടത്. എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു. നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പലതരത്തിലുള്ള കൊട്ടുകൾ കേൾക്കാം. അപ്പം അവിടെ പല രീതിയിലുള്ള കലാരൂപങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമുക്കത് കാണാൻ സാധിക്കും. എന്തായാലും നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നടക്കുകയാണിപ്പോൾ. ഈ നടന്നു പോകുന്ന വഴികളൊക്കെ ഭയങ്കര ഭംഗിയാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഏതൊരാളും വയനാട് കാണാൻ വരുന്ന ഏതൊരാളും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ആ കൊട്ടൊക്കെ കേൾക്കുന്ന ആ ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേനും ആ സൗണ്ടൊക്കെ ഒന്ന് നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കൃത്യമായ ടൈമുണ്ട്. എന്ന് വെച്ചാൽ ഏതാണ്ട് 15 മിനിറ്റ് ഇടവിട്ടോ അരമണിക്കൂർ ഇടവിട്ടോ ആണ് ഈ കൊട്ട് നടക്കുന്നത്. എന്തായാലും നമ്മൾ വന്നു കുറച്ചാളെ കൂടിയപ്പോഴത്തേനും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഗോത്രത്തിൻ്റെ കലാരൂപമാണ്. അപ്പം എനിക്ക് തോന്നുന്നു പണിയ ആണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഈ ഒരു കൊട്ടിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആളുകളൊക്കെ പതിയെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേനും പ്രാചീന രീതിയിൽ അവരുടെ ഊരുകളിൽ കളിക്കുന്ന രീതിയിലുള്ള ഒരു കലാരൂപം അവരവിടെ വെക്കാൻ വേണ്ടി കുറച്ച് പേരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്ത്രീകളാണ് വന്നേക്കുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം.
എന്തായാലും നമ്മളിതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പതിയെ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. അപ്പം കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കാണാൻ ശ്രമിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.